നിങ്ങളെ വീട്ടില് 8ാം ക്ലാസ്സിലൊന്നും എത്തിയ കുട്ടികൾ പിന്നെ മുടി വരുവോ? എനിക്കറിയാൻ ചോദിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പം എന്താ പരിപാടി എന്ന് വെച്ചാല് ഒരു സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇന്ന് ലീവാണ്. രാവിലത്തെ മേലുണ്ട് കുളിക്കുന്നതാണ് രണ്ടുപേരും. ഡ്രസ്സില്ലാണ്ടായിട്ട് ചിലപ്പോൾ പിന്നെ അതിന് ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് പരിപാടി എല്ലാം കഴിഞ്ഞതാണ്. ഇനിയിപ്പം ഇതാ ഞാൻ കുറെ മാറ്റങ്ങൾ വരുത്തി കേട്ടോ, പറയാൻ വിട്ടു. ഇപ്പൊ നിങ്ങളെ കമന്റ്സ് കണ്ടിട്ട് കുറെ മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. എക്കോ ഉള്ളതിനെ കൊണ്ട് കേൾക്കുന്നോന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് മൈക്ക് വാങ്ങിക്കണം. ഇവിടെയല്ലായിരുന്നോ ശ്രീകൃഷ്ണൻ? നമ്മള് ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ആ ശ്രീകൃഷ്ണൻ എടുത്തിട്ട് ഇവിടെ. അതേപോലെ തന്നെ നമ്മളെ വിളക്കും ഇങ്ങോട്ട് മാറ്റിട്ടോ. വിളക്കും സ്റ്റെയറിന്റെ അടിയിൽ നിർത്തിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാരും പറഞ്ഞ പോലെ എന്തോ ഒരു വുഡിന്റെ ഒരു ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ സംഭവമൊക്കെ കണ്ടിട്ടുണ്ട്. മുന്നേ ഒരിക്കലും ഞാൻ സൈഷേട്ടനോട് പറഞ്ഞിട്ടുണ്ടേ സാർ എന്റെ വാങ്ങണമെന്ന് വാങ്ങിത്തണ്ടേ. അത് ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിലൊക്കെ പൈസ കുറവാണ്. പക്ഷെ അതിന്റെ വലിപ്പവും കാര്യമൊക്കെ തന്നൂടെ. അപ്പോൾ ശ്രീകൃഷ്ണയിൽ കൊള്ളുമോ എന്നുള്ളതോ അല്ലെങ്കിൽ വിളപ്പയിൽ കൊള്ളുമോ എന്നുള്ളതൊക്കെ ഇനി ആവട്ടെ. നമുക്ക് ഇവിടെല്ലാം നമുക്ക് ഇടിപ്പിൾ ഇങ്ങനെയുള്ള ഇത് ഉണ്ടാക്കണം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും ചില കമന്റ്സ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതെല്ലാം എടുക്കണം. അല്ലെങ്കിൽ കുറെ സാധനം നശിച്ചു പോകും, കുറെ പൊട്ടിയൊക്കെ പോകും. അപ്പൊ ഇനിയിപ്പോ ഒന്നും വാങ്ങിക്കേണ്ടതാണ് ഞങ്ങളെ തീരുമാനം. കാരണം ഓൾറെഡി ഇപ്പൊ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ കൂടുതൽ സാധനം ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇവിടെ ഇട്ടിട്ടോ. അപ്പൊ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് സന്തോഷം. പിന്നെ കുറെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്തൊക്കെ ഓക്കെ ആവുമായിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പോ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചാട്ടോ. ചോറായിട്ടുണ്ട്, ചോറും കറിയും എല്ലാത്തെയും പോലെ മോര് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പം അടിച്ചു വാരി തുടക്കലും എല്ലാം കഴിഞ്ഞ് ഇനി ഞാനും ചോറ് കഴിക്കുന്നില്ല. കാരണം ഞങ്ങള് ചോറൊക്കെ കഴിച്ച് പോകുമ്പോഴത്തേക്ക് അടിയെത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് ഞാൻ തൈശ്ശേരി ഇപ്പം പോകും. എന്താകും പ്രിയപ്പെട്ട മൂവി അറിയാം. അതുകൊണ്ട് പിന്നെ 7ാം ക്ലാസ് പകുതി എപ്പം വന്ന മാറ്റങ്ങളാ. മുടി വാരൂല. പിന്നെ ഏതോ ഹെയർ കട്ട് ചെയ്താ അതല്ല ഇവനില്ലേ. ഇവനിപ്പോ ഇത് കട്ട് ചെയ്തതിന് ശേഷം അനിയന് ഒരു ആഗ്രഹം, ഇങ്ങനെ മുടിയൊന്നും ചീർക്കൊണ്ട് വരാൻ പറ്റില്ല. രാവിലെ എന്റെ കണ്ണും പെട്ടിച്ച് മെല്ലനെ ചീർക്കൊണ്ട് വരാൻ പോകുമ്പോ ഒക്കെ ഞാൻ കാണും. നമ്മൾ പോയി ചീർപ്പെടുത്ത് വരും. അന്നേരാണ് മുടി വാർന്നത്. ഇതിപ്പോ ഇതാണോ ട്രെൻഡ്? എനിക്ക് അറിയാൻ ചോദിക്കാം അല്ലേ സാർ? എല്ലാരും ഇങ്ങനെയാണോ അല്ലെ? സ്കൂളിലുള്ള എല്ലാരും ഇങ്ങനെയാണോ? പോണ്ടല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇവരെ രണ്ടാളെയും വീട്ടില് കൊയിലാണ്ടി കൊണ്ട് ആടെ വീട്ടിലാക്കണം കേട്ടോ. അപ്പൊ എന്തായാലും എന്റെ വീട്ടില്, കാരണം ഞങ്ങൾ ആടെ നിന്ന് എത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണുന്ന പ്രശ്നമല്ല. വരുമ്പോഴേക്ക് തിരിച്ചു വരുമ്പോ കൂട്ടാലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. നമ്മൾ പോവാൻ നോക്കാം. അങ്ങനെ ഞങ്ങൾ മക്കളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ആയുർദർശനിലേക്കാട്ടോ വന്നത്. വടകര തിരുവള്ളൂരുള്ള ആയുർദർശനിലേക്ക്. അയഞ്ചേരി റോഡിലാട്ടോ ഇതുള്ളത്, തിരുവള്ളൂരിൽ. അപ്പം ഞങ്ങൾ നേരെ ഡോക്ടറെ അടുത്ത് പോയി. ഞാൻ മൊത്തത്തിൽ എന്തോ ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു, ആകെ ക്ഷീണം പിടിച്ചിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൻ്റെ അവസ്ഥയെ അറിയാലോ. അങ്ങനെ ഞാൻ നേരെ പോയത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. വടകര ഇങ്ങനെയുള്ള ഒരു ഇതിനെ പറ്റി കുറേ പേർക്ക് ഞാൻ തന്നെ ശരിക്കും അറിഞ്ഞാണ് വന്നത്. ഞാൻ എൻ്റെ റിലേഷൻ വഴി അറിഞ്ഞാണ് വന്നത്. ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് 24 hours നമുക്ക് അവൈലബിൾ ആയിരിക്കുമോ? അവിടെ ഉണ്ടാവുമോ? 24 hours ഡോക്ടേഴ്സിൻ്റെ സേവനം കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ന്യൂ ബോൺസ് ഉണ്ടാവും, അതുപോലെ ചിലപ്പോൾ നല്ല വേദനയും പ്രയാസങ്ങളുമായിട്ട് വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എമർജൻസി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണ്ട. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം 24 hours ഇവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മൾ 2 ബ്ലോക്കുകളിലായിട്ടാണ് അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബ്ലോക്കിലും ഡ്യൂട്ടി ഡോക്ടേഴ്സിൻ്റെ സേവനമുണ്ട്. അതുപോലെ ഇവിടെ താമസിക്കുന്നവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയാണ് പാക്കേജുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് പ്രസവരക്ഷയാണെങ്കിൽ പ്രസവിച്ച അമ്മയ്ക്ക് 8
8 നേരത്തെ ഫുഡുണ്ട്, ബൈസ്റ്റാൻഡർക്ക് 3 നേരത്തെ ഫുഡുണ്ട്. പിന്നെ അതേപോലെ അവർക്ക് ലോണ്ട്രി സർവീസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. എല്ലാം പാക്കേജ് പോലെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരും. പിന്നെ അല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും നമുക്ക് മെഡിസിൻസ് കാര്യങ്ങൾ അതുപോലെ ഈ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ തെറാപ്പിസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിലും ഏറ്റവും നമ്മളടുത്ത് ആദ്യം മുതലേ ഉള്ള ആളുകളാണ്. അതായത് നമ്മൾ പ്രത്യേകം ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കിയിട്ടുള്ളത്. നമ്മൾ ആയുർദർശൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് അറിയപ്പെടുന്ന ട്രീറ്റ്മെൻറ്റ്സ് വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസർ മാനേജ്മെൻറ്റ്, പിന്നെ ഡിസ്ക് തകരാറുകൾ. ഇപ്പോൾ സർജറി ഒക്കെ പറഞ്ഞ കേസുകൾ നമ്മൾ ആയുർവേദിക്കിൽ സർജറി ഇല്ലാതെ പൂർണ്ണമായിട്ട് ഒരു കോഴ്സ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അത് 14 ദിവസം 21 ദിവസം അങ്ങനത്തെ കോഴ്സുകളിലൂടെ കംപ്ലീറ്റ്ലി നമുക്ക് അവരെ നോർമൽ ലൈഫിലേക്ക് സർജറി ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രസവരക്ഷ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണത് കൂടുതൽ എല്ലാവരും ട്രെൻഡിങ്ങിലൂടെ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ നമ്മളിത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആയുർവേദിക്കിൽ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. റൂം അപ്പോൾ ഞാനിപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്. ഇത് എന്താ പറയുക, നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ആദ്യം തന്നെ ഞാൻ പോയത് ഒരു ബ്യൂട്ടി ക്ലിനിക്ക് ഉണ്ട്. അവിടെ പോയിട്ട് ഞാൻ ക്ലീനപ്പായിരുന്നു കേട്ടോ ചെയ്തത്. എൻ്റെ മുഖമൊക്കെ ആകെ ഡള്ളായിട്ട് നല്ല കോലം കെട്ടിയിരുന്നു കേട്ടോ. നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഹെർബൽ ക്ലീനപ്പാണ്. നമ്മളിപ്പം ബാക്കിയുള്ള പാർലറുകളിൽ നിന്ന് വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഹെർബൽ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ തന്നെ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ പരിചയപ്പെടുത്തിയത് ഇതൊക്കെ നമ്മൾ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഷാംപൂസ് ആണ്. ഡാൻഡ്രഫിൻ്റെ ഷാംപൂ, അതേപോലെ ഫേസ് വാഷുകളുണ്ട്, പിന്നെ ക്രീംസ് ഉണ്ട്. ഇതൊക്കെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ കൺമഷി, കാജൽ ഉണ്ട്. പിന്നെ അതുപോലെ ജെല്ലുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജെല്ലുകൾ. ഇത് നമ്മൾ തന്നെ പ്രൊഡക്റ്റ്. ഞങ്ങൾ ഫുഡ് കഴിക്കാതാണല്ലോ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവർ അടിപൊളി നാടൻ ഭക്ഷണം കേട്ടോ. ഇതാണ് ഇവിടെയുള്ള പേഷ്യൻസിനൊക്കെ കൊടുക്കുന്നത്. പ്രസവിച്ച അമ്മമാർക്ക് ഇതിൻ്റെ കൂടെ നോൺ വെജ് ഉണ്ടാവും കേട്ടോ. ഇത് ഫുള്ളും വെജാണ്. നല്ല മോരുകറിയും ചമ്മന്തി, ഉപ്പേരി, അതേപോലെ നല്ല ഒരു കൂട്ടുകറി, പപ്പടം എല്ലാം ഉണ്ടായിരുന്നേ. നല്ല അടിപൊളി ഊണ് കേട്ടോ. ഇതാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ്. ഇതിൻ്റെ കൂടെ പ്രസവിച്ച അമ്മമാർക്ക് കുറച്ചുകൂടെ നോൺ വെജും കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു റൂമിലായിരുന്നു നമ്മൾ അവിടെ പോയ സമയത്ത് കുറച്ച് നേരം സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതാണ് അവരുടെ റൂമിൻ്റെ ഫെസിലിറ്റി. 2 ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ ബാത്റൂം, ഒരു കിച്ചൺ ഉണ്ട്, ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. നല്ല അടിപൊളി ഫ്ലാറ്റ് പോലെ തന്നെ കേട്ടോ. ഓരോ പേഷ്യൻറ്റിനും നമ്മൾ ഈ പ്രസവാനന്തര ചികിത്സയ്ക്ക് വരുന്ന ഓരോ പേഷ്യൻറ്റിനും ഓരോ റൂംസ് ഇങ്ങനെയാട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരെ പോയത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക്. നമ്മൾ അമ്പലത്തിനുള്ളിലേക്കൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലില്ലേ, ഈ ചന്ദനത്തിൻ്റെയൊക്കെ അതേപോലെയുള്ളൊരു നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ. പിന്നെ പറയണ്ട, ഹെഡ് മസാജ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് തന്നെ കുറേ ദിവസവും കുറേ കാലമൊക്കെ ആയിട്ടോ. എന്തോരം നല്ല സുഖമായിനെ, നമുക്കൊരു റിലാക്സ് കേട്ടോ. ഞാൻ പ്രസവിച്ചിട്ട് പോലും ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നത്. അപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഇങ്ങനെ തലയിൽ ഒരാളിങ്ങനെ ചെയ്ത് തരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ. പിന്നെ അവർ അതുപോലെ തന്നെ ഫുൾ ബോഡി മസാജ് ചെയ്ത്, പിന്നെ സ്റ്റീം ബാത്താണ് ഏറ്റവും സുഖം. അതിനുശേഷം നല്ല തലയിൽ നല്ല രാസ്നാദിപ്പൊടിയൊക്കെ തേച്ച് കേശധൂപപാനം ചെയ്ത് അതിനുശേഷം നമ്മൾ മൂക്ക് കൂടെ ഒരു സംഭവം ചെയ്യും കേട്ടോ. അതും ധൂപപാനം തന്നെയാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ശരിക്കും നമുക്ക് യാതൊരു അസുഖവും കാര്യങ്ങളും ഒന്നും വരില്ല കേട്ടോ. ഈ പ്രസവാനന്തര ശുശ്രൂഷ മാത്രമല്ല, വെരിക്കോസ് വെയിനും നട്ടല് സംബന്ധമായത് എല്ലാതരം അസുഖങ്ങൾക്കുള്ളൊരു ശാശ്വത പരിഹാരം തന്നെയാണ് ആയുർദർശൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം അവർ തരുന്ന ഒരു കാപ്പി ഉണ്ട് കേട്ടോ. ഈ കാപ്പിക്ക് കാവാന്നാ പറയാന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അങ്ങനെ പറഞ്ഞ പോലെ. അപ്പം എന്തൊക്കെയായാലും നമ്മൾ ചുക്ക് കാപ്പീൻ്റെ ഒക്കെ ടേസ്റ്റിൽ അതും കൂടി കുടിച്ച് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ? ഒരുപാട്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഇതിന് വന്നിട്ടില്ല, ഇങ്ങനെ ട്രീറ്റ്മെന്റ്. അപ്പം തന്നെ എനിക്ക് ചെയ്യുമ്പോൾ ശരിക്കും എന്താ പറയുക, നമുക്ക് ഒരുപാട് എനിക്ക് ചെറിയ ചെറിയ മസിൽ പെയിനും അല്ലാതെ ഒക്കെ ഉണ്ടാവുന്ന ഒരാളാണ്. അതേപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക, ബോഡി ഭയങ്കര റിലാക്സ്
റിലാക്സ്ഡ് ആയിട്ടുള്ള ആ, relaxed ആയിട്ടുള്ള feeling. ധൈര്യമായിട്ട് നാപ്കിൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? 100%. കാരണം ഞാൻ പറയുന്നത് വെച്ചാല് ഏതൊരാളും ഒരു വട്ടെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും സെൽഫ് ലവ് ചെയ്യണം. ഒരു ഡേ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. ഇങ്ങനെ ഇത്രയും തിരക്കിനിടയ്ക്ക് ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത പലതും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനൊന്നും എണ്ണ യൂസ് ചെയ്യാനല്ല ഇങ്ങനെ പിന്നെ മസാജ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഡേ നമുക്ക് മാറ്റി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ആയുർദർശന്റെ കൂടെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആണ്. കാരണം അത്രയും ഫ്രണ്ട്ലി ആണ്. നമ്മളെ ഇവിടെ എനിക്ക് ചെയ്തത് ചേച്ചി ആയാലും ഡോക്ടർ ആയാലും എല്ലാവരും തന്നെയും നല്ല നമ്മളൊരു വീട്ടിലേക്ക് വന്നൊരു ഫീലിങ്സ് ആണ് എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ. നോർമലായിട്ട് നമ്മൾ വടകര നമുക്ക് തൊട്ടടുത്താണ്, കൊയിലാണ്ടിക്കാരായാലും തൊട്ടടുത്താണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗ് കാണുന്നത് അധികവും കൊയിലാണ്ടിക്കാരും വടകരക്കാരും ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഡേ മാറ്റി വെക്കുക, ഒരുപാട് പൈസ ബ്യൂട്ടി പാർലറായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ നമ്മൾ ചിലവാക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്കായിട്ട് മാറ്റി വെക്കുക. അപ്പം പറ്റുന്നവർ നമ്മളിതാ തിരുവള്ളൂർ നമ്മൾ തൊട്ടടുത്താണ്, അയഞ്ചേരി റോഡിൽ ഇടത്ത് സൈഡിലായിട്ട് ആയുർദർശൻ്റെ ബോർഡ് കാണാം. ഒരുപാട് സൗകര്യം ഉണ്ട് കേട്ടോ. ബോർഡ് കാണുമ്പോഴും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് കാണുമ്പോഴും എനിക്ക് ഇതിനുള്ളിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഈ പ്രസവാനന്തര ചികിത്സയായാലും ഇനി മറ്റു രോഗങ്ങളായാലും ഇതുപോലെ എന്നെ പോലെ ഒരു ദിവസത്തെ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായാലും ഇനി കർക്കിടകമാണ് വരുന്നത്. ഇത് ഞാൻ എന്താ പറയുക റിയലായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം എന്നെ വിശ്വസിക്കുന്നവർക്ക് ആയുർദർശനെ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി കർക്കിടകമാണ് വരുന്നത്, ആരും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും